നമസ്കാരം. ഇന്ന് മീറ്റ് ദി ഓൺട്രപ്രണർ എന്ന ഷോയിൽ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ആവിഷ്കാര സ്കൂളിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ മിസ്റ്റർ ശരത് സാറാണ്. ഹലോ സർ. നമസ്കാരം സർ, എന്താണ് ആവിഷ്കാര സ്കൂൾ എന്നൊരു കോൺസെപ്റ്റ്? 2004 നേവിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. 2004 ജോയിൻ ചെയ്തിട്ട് 15 ഇയേഴ്സ് സർവീസ് കഴിഞ്ഞിട്ട് 2019 ജനുവരിയിൽ ഞാൻ റിട്ടയർ ആകുമ്പോൾ ഞാൻ ലാസ്റ്റ് സർവ് ചെയ്തത് 7 കേരള നേവൽ യൂണിറ്റ് NCC എന്ന് പറഞ്ഞ NCC യൂണിറ്റിലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കറണ്ട് യൂത്തിൽ കണ്ടൊരു ഇഷ്യൂ അവരുടെ ഒരു സോഫ്റ്റ് സ്കിൽ ലെസ്നെസ് ആണ്. അവർക്കൊരു പ്രസൻറ്റേഷൻ സ്കില്ല്, വിഷ്വലൈസേഷൻ സ്കില്ല്, ഗ്രാമറ്റിക്കൽ ഇഷ്യൂസ്, വൊക്കാബിലിറ്റി, അങ്ങനെ കുറേ ഇഷ്യൂസാണ് ഞാൻ കണ്ടത്. സോ ഐ പ്ലാൻ ടു സ്റ്റാർട്ട് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ട്രെയിൻ ദം ഓൺ സോഫ്റ്റ് സ്കിൽസ് പ്രൈമറിലി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഐഡിയ എൻ്റെ ഫാമിലിയോടൊക്കെ അവതരിപ്പിച്ചപ്പോൾ വൺ ഓഫ് മൈ ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ബിജു ചന്ദ്രമേനോൻ സാറാണ് ഞങ്ങളുടെ ഡയറക്ടർ ട്രെയിനിങ്. സാർ സിവിൽ എഞ്ചിനീയറാണ് ഫോർ ലാസ്റ്റ് 29 ഇയേഴ്സ്. സാർ വലിയൊരു മീൻസ് വൺ ഓഫ് ദ ഫേമസ് PMC നടത്തുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ ഐഡിയയിൽ സാറ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം, സാർ സിവിൽ എഞ്ചിനീയറാണ്. സാറിൻ്റെ ജൂനിയേഴ്സിൻ്റെ സ്കിൽലെസ്നെസ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ബിടെക് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഓറിയൻറ്റേഷൻ്റെ ഒരു ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, ബിടെക് കുട്ടികൾ, സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദെൻ വി സ്റ്റാർട്ടഡ് പ്ലാനിങ് ഓൺ ദാറ്റ് ആൻഡ് ഇൻ മാർച്ച് വി മെയ്ഡ് എ സ്കെൽട്ടൺ ഓഫ് ദ പ്ലാൻ. നമ്മൾ മെയ് ആയപ്പോൾ നമ്മൾ ഇൻഫ്ര സെറ്റ് ചെയ്തു. എറണാകുളത്താണ് നമ്മുടെ ഓഫീസെല്ലാം, അക്കാഡമി എല്ലാം എറണാകുളത്താണ്. അതിനുശേഷം നമ്മൾ ബൈ ജൂലൈ നമ്മൾ അക്രഡിറ്റേഷൻ, സ്റ്റേറ്റ് കൗൺസിലാണ് നമ്മൾ അക്രഡിറ്റേഷൻ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഫ്ലഡ് വന്ന്, അങ്ങനെ അതാണ് ആവിഷ്കാര സ്കൂളിൻ്റെ സ്റ്റാർട്ട്. നമ്മൾ സ്കൂളിന് പേരിടാനുള്ള മെയിൻ റീസൺ ഈസ് ദാറ്റ് നമ്മൾ കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അവരെല്ലാം സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കൂളിൽ നമ്മൾ ABCD മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് ആവിഷ്കാര സ്കൂൾ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ആ പേരും എല്ലാം ചേർന്ന് വന്നത്. സോ ഇവിടുത്തെ മെയിൻ കോഴ്സുകൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് ഇന്നത്തെ ഡേറ്റിൽ ആവശ്യമുള്ള കോഴ്സസ് അപ്പാർട്ട് ഫ്രം ദെയർ സോഫ്റ്റ്വെയർ തിങ്, അവർക്ക് ആവശ്യം പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടോപ്പിക്സിലുള്ള കോഴ്സുകളാണ്. പ്രൊജക്ട് മാനേജ്മെൻറ്റ് സെൻസ് അവർ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പാർട്ട് ബൈ പാർട്ട് പഠിക്കുന്നുണ്ട്. ബട്ട് ഓൾ ഓവർ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസെപ്റ്റിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ്. സോ ഞാനും ബിജു സാറിൻ്റെ 2 കൊളീഗ്സ് വളരെ സീനിയറായിട്ട് 92 ബിടെക് ക്ലിയർ ജയപ്രകാശ് നാരായണൻ സാറും, അതുപോലെ തന്നെ മാത്യൂസ് കുര്യൻ, വൺ ഓഫ് ദ ഫേമസ് പ്ലാനിങ് എഞ്ചിനീയർ കേരളത്തിൽ, മാത്യു സാറും എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒരു സിലബസ് സെറ്റ് ചെയ്ത് ഇൻ്റർനാഷണലി എന്താ പറയുക പല യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്ന 4 ഇയേഴ്സ് കോഴ്സിൻ്റെ ഒരു മിനിയേച്ചർ കൺസെപ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് ആ കൺസെപ്റ്റിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയറിങ്ങിനെ മെയിൻ 2 ഫോക്കസായിട്ട്, അതായത് ഓഫീസ് എഞ്ചിനീയറിംഗ് ഫോക്കസും ഒരു സൈറ്റ് എഞ്ചിനീയറിംഗ് ഫോക്കസായി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു 14 മോഡ്യൂൾസ്, 7 മോഡ്യൂൾസ് ഇൻ ഓഫീസ് എഞ്ചിനീയറിംഗ്, 7 ഇൻ സൈറ്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു 14 മോഡ്യൂൾസും. ഇൻ അഡീഷൻ ടു ദ 14 മോഡ്യൂൾസ് MSP, Primavera, MS Excel പോലുള്ള സോഫ്റ്റ്വെയർ, പ്ലാനിങ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു 3 മോഡ്യൂൾ. ഇൻ അഡീഷൻ ടു ദാറ്റ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്, GST, ടാക്സ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ്, ഓട്ടോക്യാഡ്, റിവറ്റ് പോലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ, അസറ്റ് വാല്യുവേഷൻ പോലുള്ള സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ ഈ ഓൺസൈറ്റ് ഓറിയൻറ്റേഷൻ, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് 6 months പാക്കേജാണ് നമ്മളിപ്പോൾ മെയിൻ ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷോർട്ടർ വേർഷനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് മാനേജ്മെൻറ്റ് എന്നാണ്. അത് കൺസ്ട്രക്ഷൻ ഓഫീസ് മാനേജ്മെൻ്റ് ആണ് കോഴ്സ്. ആ കോഴ്സിനകത്ത് ഈ പറയുന്ന 14 മോഡ്യൂൾസിൽ ഓഫീസ് എഞ്ചിനീയറിങ്ങിൻ്റെ 7 മോഡ്യൂൾസിൽ നിന്ന് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ്ങും പ്ലാനിങ് കോർഡിനേഷനും എസ്റ്റിമേഷനും എടുത്ത് അതിൻ്റെ കൂടെ MS Excelഉം Primavera, പ്ലാനിങ് സോഫ്റ്റ്വെയറായ Primaverയും കൂടി ചേർത്തിട്ടൊരു കോഴ്സാണ് നമ്മളിപ്പോൾ 2 മാസത്തെ കോഴ്സ്. അങ്ങനെ 2 കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് വി വർ ഡൂയിങ് ഓൺലൈൻ കോഴ്സ്. പക്ഷേ ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു ഇഷ്യൂ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അത്രയും ഫ്രൂട്ട്ഫുള്ളായിട്ട് തോന്നിയില്ല. എഗെയിൻ നമ്മൾ ഓൺലൈൻ പഠിക്കുകയാണ്, അപ്പുറത്തിരുന്ന് കേൾക്കുന്ന ആൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ കോഴ്സിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ കോഴ്സ് പോവാണ്. പ്രസൻ്റ്ലി മൈ ബാച്ച് ഈസ് റണ്ണിങ് 20 സ്റ്റുഡൻസ് ഇൻ കൊച്ചിൻ. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. സോ ഇതൊരു ബിസിനസ് ആക്കി മാറ്റാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു?
ഇത് ദർ ഇസ് 5-dimensional ഇഷ്യൂ ഇൻ എഞ്ചിനീയറിംഗ് ഫീൽഡ്. സ്റ്റുഡൻസിൻ്റെ കേസ് വരുമ്പോൾ എവരി എഞ്ചിനീയറിംഗ്, ബട്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുന്നതുകൊണ്ട് പാരൻസ് ആണ് ഫസ്റ്റ് ഡയമെൻഷൻ. പാരൻസിന് അറിയില്ല കുട്ടികൾ ഏത് ടോപ്പിക്കാണ് പഠിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ചേർത്തു എന്നല്ലാതെ പാരൻസിന് അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പാരൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ 99% അങ്ങനെ ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. സോ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ആക്ച്വലി ലേണിംഗ്. സ്റ്റുഡൻസിനും 4 വർഷം അപ്പാർട്ട് ഫ്രം ഒരു വിരലെണ്ണാവുന്ന ഒരു കോളേജുകൾ ഒഴിച്ചാൽ മെജോറിറ്റി കോളേജുകളിലും ആക്ച്വൽ ടോപ്പിക്സ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ആർക്കും ക്ലിയർ അല്ല. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. തേർഡ് പോർഷൻ വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇൻഡസ്ട്രി ഈസ് നോട്ട് റെഡി ടു സ്പെൻഡ് എക്സ്ട്രാ എമൗണ്ട് ഫോർ ട്രെയിനിങ് ദം. അവർക്ക് റെഡിമെയ്ഡ് ആയിട്ട് ആൾക്കാരെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ആൾക്കാർ എടുക്കുക. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അങ്ങനെയാണ്, അവരെ കുറ്റം പറയല്ല. പ്രസന്റ് ഫിനാൻഷ്യൽ സെറ്റപ്പ് കോവിഡ് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കൂടുതൽ വേഴ്സായി. അവർക്ക് ഫിനാൻഷ്യലി ഒരാളെ എടുത്ത് കോസ്റ്റ് ഇട്ട് ട്രെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദെൻ കംസ് നമ്മുടെ അക്കാഡമീസും ഈ പറയുന്ന പോലെ അവർക്ക് ഈ ടോട്ടൽ ടോപ്പിക് കൊടുക്കാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിൻ്റെ ഒരു ലാക്ക് ഉണ്ട്. അപ്പം അങ്ങനെ പല ലെവൽ ഇഷ്യൂസാണ്. പിന്നെ സോഷ്യൽ ഇഷ്യൂ ആണ്. നമ്മൾ ഇറങ്ങുന്ന പിറ്റേ ദിവസം മുതൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങും. അപ്പോൾ അവർ വളരെ മിനിമം എമൗണ്ടിൽ വരെ 4000-5000 രൂപയ്ക്ക് വരെ ജോലിക്ക് പോകേണ്ട ഒരു എഞ്ചിനീയർ ഉണ്ട്. നമുക്ക് നോർമൽ എന്താ പറയുക ഡെയിലി വേജസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും 10 ദിവസം വർക്ക് 5-6 ദിവസം വർക്ക് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് പോലും സിവിൽ എഞ്ചിനീയേഴ്സിന് കിട്ടുന്നില്ലാത്തൊരു അവസ്ഥയുണ്ട്. ബട്ട് അതെല്ലാം എവരിബഡി ഈസ് ആസ്കിങ് ഫോർ സ്കിൽ ഓൺലി കംസ് വെൻ ദേ ഗെറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് എല്ലാം കൂടി കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഈ കോഴ്സിനകത്ത് നമ്മൾ വി ആർ പ്ലാനിങ് ടു ഗീവ് ദം സ്കിൽ ഡയറക്ട്ലി. ഒരു 2 year എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയറിൻ്റെ സ്കിൽ ലെവലിലേക്ക് നമുക്ക് കുട്ടികളെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആവിഷ്കാര സ്കൂളിൽ ബിജു സാറിൻ്റെ പോലെ തന്നെ മോർ ദാൻ 32-35 years എക്സ്പീരിയൻസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ബറ്റാലിയൻ ഞാൻ പറഞ്ഞത് 10ഓളം സിവിൽ എഞ്ചിനീയേഴ്സും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഹൗ വി സ്റ്റാർട്ട് ഈസ് ദാറ്റ് 24 ആഴ്ചത്തെ കോഴ്സിനകത്ത് ആദ്യത്തെ ഒരാഴ്ച കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആണ്. അതിനുവേണ്ടി ഡോക്ടർ രതീഷ് അമ്പാട്ട് എന്ന് പറയുന്ന സാപ്പിയൻസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക മോട്ടിവേഷൻ ഇതുണ്ട്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ അമ്പാട്ട് സാർ വന്നിട്ടാണ് നമുക്കൊരു 5 days ക്ലാസ് എടുക്കുന്നത്, ഫോളോഡ് ബൈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, 5 days ഡെഡിക്കേറ്റഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. ദെൻ വി സ്റ്റാർട്ട് അവർ ടോപ്പിക്സ്. നമ്മൾ ഒരു 4 ആഴ്ച അവർക്ക് ഓറിയൻറ്റേഷൻ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്ന ഓറിയൻറ്റേഷൻ കൊടുക്കും. ദെൻ വി ടേക്ക് ദം ടു സൈറ്റ് ട്രെയിനിങ് കൊടുക്കും. ദെൻ അഗെയിൻ ദേ വിൽ കം ബാക്ക് ടു ക്ലാസ് റൂം. നമ്മൾ അവർക്ക് ഈ മെയിൻ ടോപ്പിക്സിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ആക്ച്വലി നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അഗെയിൻ ദേ വിൽ ബി സെൻഡ് ഫോർ ഇന്റേൺഷിപ്പ്. ദെൻ എക്സാംസ് വിൽ ബി ഡൺ. സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് സ്റ്റഡി കൗൺസിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കേഷൻ അല്ല ഇവരുടെ ഒന്നും ഇഷ്യൂ. ഇവർക്കൊന്നും സർട്ടിഫിക്കറ്റ്, ഇവരുടെ കയ്യിലും സർട്ടിഫിക്കറ്റ് KTU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. വെരി വാലിഡ് സർട്ടിഫിക്കറ്റാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഇവർക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? ബിക്കോസ് എവരി വൺ വാണ്ട്സ് സ്കിൽ. സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ലൈക്ക് ഗേറ്റ് പാസ്. നമുക്കൊരു ഇൻ്റർവ്യൂവിന് ഗേറ്റ് പാസ് പോലെ അകത്ത് ചെല്ലാവുന്ന ഒരു സാധനമാണ്. ബട്ട് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ബേസിക് സ്കില്ല് വേണം. ആ സ്കിൽ സെറ്റിൻ്റെ ഇല്ലാത്തൊരു ഇഷ്യൂ ആണ് ഇവരെല്ലാം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ 3 കാര്യങ്ങളാണ് കമ്പനി ആസ്ക് ഫ്രം യു. ദാറ്റ് ഈസ് ASK, ആസ്ക്. 1 is ആറ്റിറ്റ്യൂഡ്, 1 is സ്കിൽ ആൻഡ് 1 is നോളജ്. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നോ വൺ ക്യാൻ സെൻഡ് യു ഔട്ട് ഫ്രം ദാറ്റ് ഇൻ്റർവ്യൂ. അത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഒരു കമ്പനിയും ഫ്രഷറിൽ നിന്ന് മൾട്ടി ഡയമെൻഷണൽ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല. അവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ബട്ട് അത് വേണം. നോബഡി വിൽ പേ പെനി വിത്തൗട്ട് എനി യൂസ് ഇൻ ദ ഡേറ്റിൽ. പണ്ട് ഒരു 5 years ബാക്ക് ഇതൊക്കെ നടക്കുമായിരുന്നു. ബിക്കോസ് കമ്പനികളുടെ കയ്യിൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, അത്രയും പൈസ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഈവൻ ഡിമോൺസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് വന്നൊരവസ്ഥയിൽ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് മണി ടു സ്പെൻഡ് ഓവർ എനി വൺ ഒരു കേസിൽ. അതുകൊണ്ടാണ് ഇതൊരു അഗെയിൻ ഇറ്റ്സ് നോട്ട് എ ബിസിനസ് മോഡൽ. ഇത് ബിസിനസ് മോഡലായിട്ട് നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ലെവലിലൊന്നും അല്ല ആലോചിക്കുന്നത്. വാട്ട് ഇൻഡസ്ട്രി റിക്വയർഡ് ഈസ് എ സ്കിൽഡ് എഞ്ചിനീയർ, വാട്ട് സ്റ്റുഡൻറ്റ് വാണ്ട്സ് ഇസ് എ പ്ലേസ്മെൻറ്റ്. സോ വി ആർ പ്ലാനിങ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാഡമിക്സ് ആൻഡ് ദ ഇൻഡസ്ട്രി. അതുകൊണ്ട് കുട്ടികൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. സോ ആവിഷ്കാര സ്കൂളിന് കുറേ ചാലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ കുറേ ചാലഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ? ചലഞ്ചസ് ആണ്. ഇപ്പോൾ സൊസൈറ്റി മൊത്തം ചലഞ്ചസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കൂടെയുള്ള എഞ്ചിനീയേഴ്സ് ഒന്നും ഇങ്ങനൊരു അക്കാഡമി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആൾക്കാരല്ല.
എഗെയിൻ ഞാനും ഒരു 15 ഇയേഴ്സ് ഔട്ട് ഓഫ് ദ വേൾഡ്, ഒരു വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ജീവിച്ച ഒരാളാണ്, നേവൽ കമ്മ്യൂണിറ്റിക്കകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം സൊസൈറ്റി ആയിട്ട് മാച്ചപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു, ജൂലൈയിൽ ഫ്ലഡ് വന്നു. സോ മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് കറണ്ട് തിങ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നാളെ നമുക്ക് റിസൾട്ട് വരണം. ആ റിസൾട്ട് അങ്ങനെ പോയി. ദെൻ വി വെയിറ്റഡ് ഫോർ 2 months. ദെൻ വി അഗെയിൻ ഇൻവെസ്റ്റഡ്. അപ്പോൾ രണ്ടാമത് ഇവിടെ അഗെയിൻ ചെറിയൊരു ഫ്ലഡ് വന്നു. അപ്പോൾ അഗെയിൻ അത് പോയി. ദെൻ വി വെയിറ്റഡ് ഫോർ സം ടൈം. ഓക്കെ നോക്കാം. അപ്പോൾ ജനുവരി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ജനുവരിയിൽ അഗെയിൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് അഡ്മിഷൻസ് വന്നു തുടങ്ങി. ഏതാണ്ട് ഒരു 5 അഡ്മിഷൻസിനടുത്ത് എത്തി. ഏപ്രിൽ 1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ COVID-19 വന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇറ്റ് വാസ് കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ. നമ്മൾ വിചാരിച്ചെടുത്തൊന്നും കാര്യം നിൽക്കുന്നില്ല. ബിക്കോസ് വി ആർ റണ്ണിങ് ഇൻ റെൻറ്റഡ് ഹൗസ് അല്ല, റെൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് അഗെയിൻ അതൊരു ഇഷ്യൂ ആണ്. ഹി ഹിംസെൽഫ് ഈസ് ലിവിങ് വിത്ത് ദാറ്റ് എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് റെൻറ്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. റണ്ണിങ് എക്സ്പെൻഡിച്ചർ, ഓവർ ഹെഡ്സ് എല്ലാം കൂടുതലാണ്. അതെല്ലാം പ്രശ്നങ്ങളാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ ലാസ്റ്റ് നവംബറിലാണ് ഒന്ന് സബ്സൈഡ് ചെയ്ത് നൗ വി സ്റ്റാർട്ടഡ് അവർ കോഴ്സ്. പ്രസൻ്റ്ലി എവറിത്തിങ് ഈസ് ഗോയിങ് ഓൾമോസ്റ്റ് ഫൈൻ. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസിൽ നമുക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് വളർന്നു കഴിഞ്ഞ ചെടിയിൽ വളമിടുന്ന ഒരു പ്രോസസ്സാണ്. ബട്ട് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് ആ ബഡ്ഡിങ് സ്റ്റേജിൽ, അതായത് നമ്മളിപ്പോൾ കതിരിൽ വളം വയ്ക്കുകയാണ്. നമ്മളവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു നറിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവർ 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ സ്വയം തോന്നരുത് എനിക്കൊരു സ്കില്ലും കിട്ടിയില്ല, ഈ കോഴ്സ് വെറുതെയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് പകുതി ആൾക്കാരും പുറത്തേക്ക് വരുന്നത്. ബട്ട് ഇഫ് വി ക്യാൻ ഗീവ് ദിസ് കോഴ്സ്, അതൊരു പോർഷൻ ആണെങ്കിൽ പോലും ഈ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ അവർക്ക് കോളേജസിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ വി വിൽ ബി ഹാപ്പി ഫോർ ദാറ്റ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷൻ ലെവലിൽ എഫക്റ്റ് ചെയ്യും. കുട്ടികൾക്ക് സ്കില്ല് കിട്ടും, പാരൻസിന് മനസ്സിലാവും ഇവർക്ക് പഠിക്കുന്നത് ഇതൊക്കെയാണെന്ന്, ഇത് പഠിച്ചുകൊണ്ട് എന്താണ് ഗുണമെന്നുള്ളത് മനസ്സിലാവും. ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ അവർ സ്കിൽഡ് ആയിട്ട് പുറത്തിറങ്ങും. അവർക്ക് എഗെയിൻ ആഡ് ഓൺ കോഴ്സസ് ചെയ്യേണ്ടി വരും. ബട്ട് സ്റ്റിൽ അവർ കുറച്ച് നമുക്ക് ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്നവർക്കും അവരെ സ്ക്രാച്ച് ചെയ്ത് പഠിപ്പിക്കേണ്ടി വരില്ല. നമുക്കൊരു ബേസ് ലൈൻ കിട്ടും പഠിപ്പിക്കാണ്ട്. ഇപ്പോൾ ഇതുള്ള പ്രശ്നം നമ്മൾ അവരെ ഫ്രം 0 മുതൽ A for ആപ്പിൾ, A for ആറ്റിറ്റ്യൂഡ്, B for ബിഹേവിയർ, C for ക്യാരക്ടർ, D for ഡിസിപ്ലിൻ എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ആദ്യമേ ഇംബൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് വാട്ട് വി ക്യാൻ ഗെറ്റ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് എന്താ പറയുക ഒരു ഡ്രീം. പിന്നെ ഒരു ലോങ് കാസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ പ്ലാറ്റ്ഫോം ആസ് ഫാർ ആസ് ഐ നോ ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ടു ഗെറ്റ്. IMA പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡോക്ടേഴ്സിന്, ബാർ കൗൺസിൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അഡ്വക്കേറ്റ്സിന്, ICAI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എല്ലാം പ്രൊഫഷണൽസാണ്. സിവിൽ എഞ്ചിനീയേഴ്സും പ്രൊഫഷണൽസാണ്. അവർക്ക് ഒത്തുചേരാനും പുതിയ ടെക്നോളജി സംസാരിക്കാനും വെബിനാർസ് നടത്താനും ഒന്നും ഒരു പ്ലാറ്റ്ഫോം ഇല്ല. In future, what I envisage is that ഒരു platform where civil engineers can come, put their paper, give a presentation, 10 people watches that. അത് മനസ്സിലാക്കി അതിന് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാവുക. I am telling you, I am not a civil engineer. സിവിൽ എഞ്ചിനീയറുടെ എനിക്ക് ഡയറക്റ്റ്ലി ഒരു കണക്ഷനും ഇല്ല. ബട്ട് വാട്ട് മൈ കണക്ഷൻ ഇസ് ദാറ്റ് ഫ്രം 2007 I am connected with this training. പല ലെവലിൽ നേവിയായിട്ട് ബന്ധപ്പെട്ട പല ട്രെയിനിങ്ങിനായിട്ട് ഞാൻ കണക്ട് ആയിരുന്നുകൊണ്ട് യൂത്ത് ഗ്രോ ചെയ്ത് വരാതെ നമുക്ക് ഫ്യൂച്ചറില്ല. നമ്മൾ ഏറ്റവും യങ് കൺട്രിയാണ്. നമ്മുടെ കൺട്രിയുടെ ആവറേജ് ഏജ് വാസ് ഐ തിങ്ക് 28, 29, 30 അടുത്താണ്. അപ്പോൾ നമ്മൾ യൂത്താണ്. ബട്ട് ആ യൂത്തിന് ഒരു ഡയറക്ഷൻ കൊടുക്കാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. സോ വാട്ട് ഐ എൻവിസേജ് ഈസ് ദാറ്റ് ടു മേക്ക് സിവിൽ എഞ്ചിനീയേഴ്സ് സ്കിൽ. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് പുതിയ ഇൻഫ്രാ പ്രൊജക്ട്സ് വരുന്നുണ്ട്. സിൽവർ ലൈൻ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടക്കൂട്ടം 6 ലൈനിങ്, ചേർത്ത 6 ലൈനിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫ്രാ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഭാരത്മാല പ്രൊജക്ട്സ് വരുന്നുണ്ട്, സാഗർമാല പ്രൊജക്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അവിടെ എല്ലാം കുട്ടികളെ ആവശ്യമുണ്ട്, സ്കിൽഡ് ആയ കുട്ടികളെയാണ് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനീസിനൊക്കെ ആവശ്യമുണ്ട്. ബട്ട് വാട്ട് വി പ്ലാൻ ഈസ് ദാറ്റ് അവർക്ക് കറക്റ്റായിട്ടൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുക, സ്കില്ല് കൊടുക്കുക, നോളജ് കൊടുക്കുക, അവരെ ഇൻഡസ്ട്രിയിലേക്ക് പുഷ് ചെയ്യുക. സോ ആവിഷ്കാര സ്കൂൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്? നമ്മൾ എറണാകുളത്താണ്. എറണാകുളത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള പാലാരിവട്ടം പാലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അക്കാഡമി. ടുവേർഡ്സ് കാക്കനാട് പോകുമ്പോൾ ആലിച്ചൂട് എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെ മെയിൻ റോഡിൽ നിന്നൊരു 50 meters അവിടെയാണ് ആവിഷ്കാര സ്കൂൾ. വലിയ ഫുൾ ഫ്ലെജ് അക്കാഡമി ഒന്നുമല്ല, ഇറ്റ്സ് എ ബേസിക് അക്കാഡമി. ബട്ട് വി ആർ പ്രൊവൈഡിങ് ആസ് ദേ ആർ പ്രൊഫഷണൽസ്, ദേ ഹാവ് ഇൻഡിവിജ്വാലിറ്റി. നമ്മളവർക്ക് AC ക്ലാസ് റൂം, സ്മാർട്ട് ക്ലാസ് റൂം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻഡിവിജ്വൽ തോന്നാൻ വേണ്ടി ഓരോ കാര്യങ്ങളും അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് എ ഗുഡ് സ്കിൽഡ് എഞ്ചിനീയേഴ്സ് ഇൻ ഫ്യൂച്ചർ.
സോ സർ, ആവിഷ്കാര സ്കൂൾ ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും വളരെ സ്കിൽഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനെയൊക്കെ മോൾഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന് ബി ടോക്സിനും അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് താങ്ക് യു. ലെറ്റ് ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ സിവിൽ എഞ്ചിനീയേഴ്സ്. താങ്ക് യു.